അപ്പൊ എന്തായാലും ചേച്ചി ബാക്കി ശ്വേത ചേച്ചിയാണ് അങ്ങ് പറയേണ്ടത്. അതായത് ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ, വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ആരൊക്കെയാണെന്ന് ഞങ്ങൾക്ക് അറിയണം. അക്കൂനൊന്നും മനസ്സിലായിട്ടില്ല, എന്താണെന്ന് അറിഞ്ഞാടാ നീ. വലിയ സംഭവം നടക്കാൻ പോ നോക്കിക്കോ. സാധനങ്ങളൊക്കെ എന്താ എന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആരാന്നറിയാണെങ്കിൽ ഈ ഹാമ്പർ കൊടുക്കാം. Cutie the hand wash ഇന്നത്തെ മെയിൻ goes to our baby. പൊന്നനും അക്കൂനുമാണ് ലഭിക്കുന്നത് ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ. നിങ്ങളുടെ ആഗ്രഹമായിരുന്നില്ലേ ഒരു ക്രൗണോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? സമ്മാനം കിട്ടിയില്ലേ? സന്തോഷായോ? അങ്ങോട്ടേക്ക് എന്താന്ന് മനസ്സിലായി? പൊന്നൻ എല്ലാ കാര്യവും മനസ്സിലായി. പൊന്നൻ ആ ഒരു കാര്യസ്ഥൻ അല്ലെ, ആ ഒരു മോഡിലെ എല്ലാം മനസ്സിലാക്കി. നിങ്ങൾ പൊന്ന അളിയാ സെറ്റ് അല്ലേ? അവനല്ല. അപ്പൊ എന്തായാലും ചേച്ചി അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ആരാന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഓക്കേ, Willy White the bride goes to Sajiveta. Super. Congratulations. Willy White the bride goes to Sajivanan. എന്ത് തോന്നുന്നു? എന്ത് തോന്നാനാ? സജീവേട്ടാന്ന്. അയ്യോ, ചില സമയത്താണ് പല്ലേച്ച് വരാറുള്ളത്, അപ്പൊ ഒരു ബഹുമാനം വന്നത്. അന്തരം ബഹുമാനം കിട്ടിയല്ലോ. താങ്ക് യു. എന്തായാലും ഇത്രയും വലിയൊരു സ്റ്റാർ നമ്മൾ ചേട്ടാന്ന് വിളിച്ചതിൽ ഭയങ്കര സന്തോഷം. ഇനി ഇത് കിട്ടിയില്ലേലും വേണ്ടിയില്ല. എന്ത് തോന്നുന്നു? ഡെയിലി 3 നേരം പല്ല് തേക്കാൻ തോന്നുന്നു. വളരെ സന്തോഷമുണ്ട്, കാരണം 2 അവാർഡ്സ് 2 ടീമിന് ലഭിച്ചിരിക്കുകയാണ്. വിച്ച് മീൻസ് നമ്മളും ഈക്വൽ ആയി ഗൈസ്. എന്ത് ചെയ്യാനല്ലേ, ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ശ്വേത ചേച്ചി. പ്രേക്ഷകർ എല്ലാവരും ഈ ഒരു തീരുമാനം കറക്റ്റ് ആയിട്ട് തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ കാസർഗോഡ് ഭാഷയൊക്കെ ഇങ്ങോട്ടൊന്ന് കേൾക്കണേ. ശ്രീവിദ്യ, നീ ഉണ്ടല്ലേ, കൊറേ കാലമായിട്ട് നിന്നെ കേൾക്കുന്നുണ്ട്. കാസർഗോഡ് എന്ന് പറയും. ഇനി ഞങ്ങൾക്ക് മുത്തോളെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. ഇവരെന്ന് വരും, നാളെ പോവും. മറ്റന്നാ ഞാനേ ഉള്ളൂ. അത് കുഴപ്പമില്ല, മറ്റന്നാൾ അവരെയും വിളിക്കാം. ഇല്ല, ഞാൻ അവരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഹായ്, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ഒരു ഫുൾ മൊമെന്റ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഈ സ്റ്റേജിൽ വരാൻ പറ്റിയത് തന്നെ നമ്മളൊരു ദൈവാനുഗ്രഹവും ഭാഗ്യമായി കരുതുന്നു. പിന്നെ നമ്മൾ കോൽക്കളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു 8 മാസം മുന്നേ ആണ് ഇത് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും തുടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പം ഈ 17 പേരും 17 പ്രായക്കാരും 17 വ്യത്യസ്ത ജോലിയിലുള്ള ആൾക്കാരുമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എല്ലാവരും നമ്മളെ വീട്ടുകാരും നാട്ടുകാരൊക്കെ നമ്മുടെ കട്ടയ്ക്ക് സപ്പോർട്ട് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വേദിയിൽ ഇന്ന് ഈ അവസരത്തിൽ നമുക്ക് നിൽക്കാൻ കിട്ടിയത്. അപ്പം അവരോടൊക്കെ നന്ദി പറയുന്നു. അതേപോലെ നമ്മളെ ഗുരുക്കന്മാരും ഉണ്ട്, 2 പേര് നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. പിന്നെയും ഗുരുക്കന്മാർ നമ്മുടെ നാട്ടിൽ എല്ലാവരും പഠിപ്പിക്കാൻ വേണ്ടി കുറേ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും നന്ദി പറയാൻ വേണ്ടി ഞാൻ ഈ ഒരു അവസരത്തിൽ ഈ വേദിയെ ഞാൻ ഉപയോഗിക്കുന്നു. പിന്നെ അമൃത ചാനലിനോടും ഈ അവസരം തന്ന അമൃത ചാനലിനോടും വളരെയധികം നന്ദി, കടപ്പാടും സ്നേഹവും എപ്പോഴും ഉണ്ടാവും. സന്തോഷം, അതൊന്നും വേണ്ട. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ വീട്ടിൽ പോവും, കടപ്പാട്. അതേപോലെ നമ്മുടെ നാട്ടുകാരിയായ ശ്രീവിദ്യ ചേച്ചിയും ആൾക്കാരെ തകർത്താൻ ശ്രമിക്കും, തളരരുത്, പറ. തകർന്ന് കിടക്കുന്നവളൊന്നും എണീപ്പിക്കും ചേച്ചി. അതേപോലെ നമ്മുടെ പരിപാടി ഓൾറെഡി കണ്ടതായിരുന്നു അവരെ നാട്ടില്. അപ്പൊ ചേച്ചി നല്ല അഭിപ്രായം ഇവിടെ പറഞ്ഞിരുന്നു, നമ്മൾ കേട്ടു. അപ്പം ചേച്ചിക്കും ഒരുപാട് നന്ദിയുണ്ട്. ശ്രീവിദ്യയോട് ആദ്യമായിട്ട് നന്ദി പറയുന്ന ഒരാള് കാസർഗോഡുള്ള എല്ലാവരോടും. ശ്രീവിദ്യ, നീ പറയുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എന്തായാലും നമ്മുടെ എപ്പിസോഡ് കാണാൻ പറയണം. നിങ്ങളുടെയൊക്കെ വീഡിയോയിൽ ഞങ്ങൾ വരുന്നുണ്ടെന്ന് അറിയാം. ഇനി എന്താന്ന് വെച്ചാൽ ആ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള അവസരവും ഉണ്ടാവും. അതെ. ഇനി നമുക്ക് അങ്ങനെ കണ്ടുപോവാം അല്ലേ? ടിവിയിൽ മാത്രമല്ല, നമുക്ക് നേരിട്ട് നിങ്ങളെയൊക്കെ കാണാൻ സാധിക്കും. ഓരോ എപ്പിസോഡും നമുക്ക് അങ്ങനെ പുതിയ നാടിനെ പരിചയപ്പെടാം, കലകൾ പരിചയപ്പെടാം, ആൾക്കാരെ പരിചയപ്പെടാം. അങ്ങനെ ഫുൾ ഫണ്ണായിട്ട് പോവാം. ഇതൊക്കെ പറയുമ്പോഴും ചേച്ചി, ബ്രഷ് ബിഫോർ ബെഡ്, ഉറങ്ങുന്നതിന് മുമ്പ് പല്ല് തേക്കണം. ചേച്ചിനോടല്ല, പല്ല് തേക്കണം കേട്ടോ. പല്ല് 2 പേരും തേക്കണം, ഞാനും പോയി തേക്കണം. വെറുതെ തേച്ചാൽ പോരാ, വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് കൊണ്ട് തേക്കണം. എങ്ങനെ തേക്കണം? വെറുതെ തേച്ചാൽ പോരാ, വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് കൊണ്ട് തേക്കണം. കൊച്ചു വരെ പറഞ്ഞു, കറക്റ്റ് ആക്കി.